ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. അപ്പോൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്, മേസൺസ് ഗെയിൻ ഫോർമുല എന്നോട് പറയും. അപ്പോൾ അതിനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓവറോൾ ഗെയിൻ ടി ഈസ് ഈക്വൽ ടു 1/ഡെൽറ്റ സിഗ്മ പി കെ ഡെൽറ്റ കെ ആണ് ഇക്വേഷൻ വരുന്നത്. അവിടെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഓഫ് എസ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം. പി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് പാത്ത് ഗെയിൻ ഓഫ് ദ കെ ഫോർവേഡ് പാത്ത്. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ. നമുക്കൊരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഫീഡ്ബാക്ക് ലൂപ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഗെയിൻ പ്രോഡക്ട്സ് ആണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഗെയിൻ പ്രോഡക്റ്റുകളും ആ ഇൻഡിവിജ്വൽ ലൂപ്പിൻ്റെ ഗെയിൻ പ്രോഡക്റ്റുകൾ സം എടുക്കുന്നതാണ് നമ്മളവിടെ. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത്. പ്ലസ് സം ഓഫ് ഗെയിൻ പ്രോഡക്റ്റ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടു നോൺ ടച്ചിങ് ലൂപ്പ്. അതായത് പരസ്പരം ടച്ച് ചെയ്യാത്ത ലൂപ്പുകൾ എടുക്കും, അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് മൈനസ് സം ഓഫ് ഗെയിൻ പ്രോഡക്റ്റ് ഓഫ് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് 3 നോൺ ടച്ചിങ് ലൂപ്പ്. അപ്പോൾ 3 നോൺ ടച്ചിങ് ലൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ അങ്ങനത്തെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സമ്മ് ചേർക്കാം. അതാണ് അവിടെ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസ് പ്ലസ് മൈനസ് അങ്ങനെയാണ് അവിടെ വരുന്നത്. ഇനി ഡെൽറ്റ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ഫോർ ദാറ്റ് പാർട്ട് ഓഫ് ദ ഗ്രാഫ് വിച്ച് ഈസ് നോട്ട് ടച്ചിങ് ദ ഗെയിൻ ഫോർവേഡ് പാത്ത്. ഇപ്പോൾ മേസൺസ് ഗെയിൻ ഫോർമുല കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഒരു പ്രോബ്ലം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഫൈൻഡ് ദ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്ക് ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത്. അവിടെ ഈ ബ്രാഞ്ചിങ് പോയിന്റും സമ്മിങ് പോയിന്റും ഒക്കെ നമ്മൾ ഇതേപോലെ നോഡായിട്ടാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ഗെയിനുകളൊക്കെ നമ്മളിവിടെ അങ്ങനെ ആ ഒരു പാത്തിലൂടെ G1, G2, G3, G4, G5 ഇതെല്ലാം ഫോർവേഡ് പാത്ത് ഗെയിനുകളാണ്. ഇവിടെ നമുക്ക് എത്ര ലൂപ്പുകളുണ്ട്? ഇവിടെ ഒരു ലൂപ്പ്, ഇത് രണ്ടാമത്തെ ലൂപ്പ്, ഇത് മൂന്നാമത്തെ ലൂപ്പ്, അങ്ങനെ 3 ലൂപ്പാണുള്ളത്. അപ്പോൾ ലൂപ്പ് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഡയറക്ഷൻ നോക്കണം. അതായത് ആ സെയിം പോയിന്റൊക്കെ തന്നെ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ലൂപ്പ് ആവുന്നുള്ളൂ. ഇവിടെ ഈ G6 ആ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പല്ല. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫോർവേഡ് ഡയറക്ഷനിലാണ് അവിടെ വരുന്നത് അല്ലേ. അതിന് നമ്മൾ പറയുന്നത് ഫീഡ് ഫോർവേഡ് പാത്ത് എന്നാണ് നമ്മളവിടെ പറയുന്നത്. അപ്പം അത് ലൂപ്പല്ല. ഇനി നമുക്കിവിടെ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന് നോക്കാം. ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള ആ സ്ട്രെയിറ്റ് പാത്തിനെ നമ്മളവിടെ ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത്. നമുക്കിവിടെ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഇൻപുട്ടിൽ നിന്നിട്ട് നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിവിടെ വരാൻ പറ്റും. അപ്പോൾ ആ ഒരു പാത്താണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്, എല്ലാ നോഡും കണക്ട് ചെയ്തിട്ടുള്ള ആ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗെയിൻ പ്രൊഡക്റ്റ് ആണ് നമുക്ക് അവിടെ വേണ്ടത്. അപ്പോൾ അവിടെ അത് എന്ത് വരും? നമുക്ക് P1 എന്ന് പറഞ്ഞിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ P1 ഇസിക്വൽ എന്ത് വരുന്നത്? G1, G2, G3, G4, G5 ഇതെല്ലാ ഗെയിനും നമ്മളവിടെ പ്രോഡക്റ്റ് എടുത്താൽ മതി ആ ഫസ്റ്റ് ഫോർവേഡ് പാത്തിൽ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫോർവേഡ് പാത്ത് നോക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെ സെക്കൻഡ് നോഡിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് 5ലേക്ക് പോകുന്നുണ്ട് ഒരു ബ്രാഞ്ച്, ആൻഡ് അവിടെ നിന്ന് പിന്നെ 6, 7, 8. അപ്പം അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഫോർവേഡ് പാത്താണ് ഇവിടെ സെക്കൻഡ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും വരാം? ഇവിടെ G6, G4, G5 അതായിരിക്കും അവിടെ സെക്കൻഡ് ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ ഫോർവേഡ് പാത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ കെയുടെ വാല്യൂ എത്ര വരുന്നത്? നമുക്ക് 2 ആണ് ഇവിടെ വരുന്നത്. 2 ഫോർവേഡ് പാത്ത് നമുക്ക് അവിടെ ടോട്ടൽ ഉണ്ട്. ഇനി നമുക്കവിടെ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ നോക്കാം. ഇൻഡിവിജ്വൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ ഈ 3, 4 കണക്ട് ചെയ്യുന്ന ഒരു ലൂപ്പ് ഉണ്ട്. അവിടെ G2 - H1 ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ലൂപ്പ് വരച്ചു. ഇനി സെക്കൻഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3ഉം 4ഉം 5ഉം കണക്ട് ചെയ്യുന്ന ഒരു ലൂപ്പ് ഉണ്ട്. അതായത് ഈ G2, G3 അതുപോലെ ഈ -H2 വരുന്ന ഒരു ലൂപ്പ്. അപ്പോൾ ആ ലൂപ്പാണ് നമ്മൾ സെക്കൻഡ് ലൂപ്പ് വരച്ചിട്ടുള്ളത്. ആൻഡ് തേർഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള 6ഉം 7ഉം കണക്ട് ചെയ്യുന്ന ഒരു ലൂപ്പാണ് അവിടെ. G5 - H3 ആണ് അവിടെ ആ ലൂപ്പിൻ്റെ ഗെയിൻ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ലൂപ്പ് അവിടെ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സെക്കൻഡ് 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത്. സോ അവിടെ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ P11, അതിൻ്റെ എന്താ ഗെയിൻ പ്രൊഡക്റ്റ് എങ്ങനെ വരാം? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ -G2 H1 വരും. അപ്പോൾ P21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ, അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്താ G2, G3 - H2 ആണ്. അപ്പോൾ അവിടെ വരുമ്പോൾ എന്ത് വരും? -G2, G3, H2 എന്ന് വരും. ഇവിടെ
P31 അതായത് തേർഡ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഇത് ഗെയിൻ പ്രൊഡക്റ്റ് എടുക്കാം. അപ്പോൾ അവിടെ -G5H3 നമുക്ക് അവിടെ കിട്ടും. അടുത്തത് നമുക്ക് ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ്. അപ്പോൾ നമ്മൾ ഈ 3, 4 കണക്ട് ചെയ്യുന്ന ലൂപ്പും അതുപോലെ 6, 7 കണക്ട് ചെയ്യുന്ന ലൂപ്പും പരസ്പരം ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അതും ഇവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. ഇതാണ് 3, 4 കണക്ട് ചെയ്യുന്ന ലൂപ്പ്, അതുപോലെ ഇതാണ് 6, 7 കണക്ട് ചെയ്യുന്ന ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ഗെയിൻ പ്രൊഡക്റ്റ് നമുക്ക് അവിടെ എടുക്കാം. അപ്പോൾ ഗെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് 4 ആ G2, G5 അതുപോലെ H1, H3 നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ മൈനസും ഇവിടെ മൈനസും ആണ്. അത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് പ്ലസ് ആയിക്കോളും. അപ്പോൾ നമുക്കിവിടെ P12 എന്ന് പറയുന്നത് അതായത് 2 നോൺ ടച്ചിങ് ലൂപ്പിൻ്റെ എന്താണ് ഗെയിനാണ് നമ്മളവിടെ എടുക്കുന്നത്. അപ്പോൾ അവിടെ P12 = G2, G5, H1, H3 നമുക്ക് അവിടെ കിട്ടും. ഇനി അടുത്ത പെയർ നമുക്ക് നോക്കാം. അടുത്ത പെയർ എന്ന് പറയുന്നത് ഈ 3, 4, 5 ഉണ്ടല്ലോ, ഇങ്ങനെ കണക്ട് ചെയ്യണ ആ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പും അതുപോലെ ഈ 6, 7 കണക്ട് ചെയ്യുന്ന ലൂപ്പും പരസ്പരം ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മളിവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. 3, 4, 5 അത് കണക്ട് ചെയ്യുന്നത് എന്താണ് G2, G3 -H2 ആണ് വരുന്നത്. അതുപോലെ ഇവിടെ G5ഉം -H3 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ ആണെങ്കിലും -H2 -H3 ആണ്. അപ്പോൾ അത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് പ്ലസ് ആയി മാറും. അപ്പോൾ ഇതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ P22 = G2, G3, G5, H2, H3 നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ്റെയും അതുപോലെ 2 നോൺ ടച്ചിങ് ലൂപ്പിൻ്റെയും ഗെയിൻ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇതൊക്കെയാണ് P11, P21, P31 അതാണ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ. ആൻഡ് P12, P22 ആണ് 2 നോൺ ടച്ചിങ് ലൂപ്പിൻ്റെ ഗെയിൻ പ്രൊഡക്റ്റുകൾ. അപ്പോൾ നമുക്ക് അവിടെ ഡെൽറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് P11 + P21 + P31 പ്ലസ് നമുക്കിനി 2 നോൺ ടച്ചിങ് ലൂപ്പിൻ്റെ ഗെയിൻ പ്രൊഡക്റ്റുകളുടെ സമ്മാണ്. അതാണ് P12 + P22 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഗെയിൻ പ്രൊഡക്റ്റുകളൊക്കെ നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 - G2H1 - G2, G3, H2 - G5H3 പ്ലസ് നമുക്ക് ഇതാണ് ഇനി നമ്മൾ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ G2, G5, H1, H3 + G2, G3, G5, H2, H3 നമുക്കവിടെ വരും. അപ്പോൾ ഇവിടെ നമുക്കത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ -(-) പ്ലസ് ആവും. അപ്പോൾ അങ്ങനെ 1 + G2H1 + G2, G3, H2 + G5H3 + G2, G5, H1, H3 + G2, G3, G5, H2, H3 നമുക്ക് അവിടെ കിട്ടി. അടുത്തത് മേസൺസ് ഗെയിൻ ഫോർമുല. മേസൺസ് ഗെയിൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T = അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ = 1/Δ സിഗ്മ K Pk Δk ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഡെൽറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി Pk Δk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 ഫോർവേഡ് പാത്തുകളാണ് നമ്മളവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സമ്മേഷൻ ആണ്. അവിടെ P1 Δ1 + P2 Δ2. കാരണം 2 എണ്ണം നമുക്ക് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എത്രയാണ് വേണ്ടോ P1 Δ1 + P2 Δ2/Δ. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി Δ1 എന്താണെന്ന് നോക്കാം. അപ്പോൾ Δ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എടുക്കാം. ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എടുത്തത് ഇവിടുന്ന് സ്ട്രെയിറ്റ് പാത്തായിരുന്നു ഈ 1 to 8ലേക്ക്. അപ്പോൾ അവിടെ നമുക്ക് ആ ഫസ്റ്റ് ഫോർവേഡ് പാത്തിൽ ടച്ച് ചെയ്യാത്ത ഒരു ലൂപ്പ് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ ലൂപ്പായിട്ടും നമുക്ക് അവിടെ ടോട്ടൽ 3 ലൂപ്പായിരുന്നു. ആ 3 ലൂപ്പിലും ആ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഥവാ ടച്ച് ചെയ്യില്ലായിരുന്നെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ഗെയിൻ 1 - അതിൻ്റെ ഗെയിൻ പ്രോഡക്റ്റ് ആയിരുന്നു നമ്മൾ എടുക്കേണ്ടി വന്നേനെ. ഇവിടെ നമുക്ക് ഒറ്റ ലൂപ്പും അവിടെ ടച്ച് ചെയ്യാത്തതില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് വരും? 1 - 0 അതായത് ഗെയിൻ പ്രോഡക്റ്റ് ഒന്നുമില്ലാത്തതാണ് നമ്മളവിടെ 0 കൊടുത്തത്. അപ്പോൾ അവിടെ 1 - 0 = 1 വരും. അപ്പോൾ അതാണ് എഴുതിയിട്ടുള്ളത്. നോ പാർട്ട് ഓഫ് ഗ്രാഫ് ഈസ് നോട്ട് ടച്ചിങ് ദ ഫസ്റ്റ് ഫോർവേഡ് പാത്ത്. ഫസ്റ്റ് ഫോർവേഡ് പാത്തിൽ ടച്ച് ചെയ്യാത്ത ഒരു ലൂപ്പ് പോലും അവിടെ ഇല്ല. ഇനി നമുക്കിവിടെ Δ2 നോക്കാം. അപ്പോൾ Δ2 നമ്മളെടുത്തത് ഇവിടുന്ന് 1, 2 അതേപോലെ 5, 6, 7 അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഫോർവേഡ് പാത്താണ് നമ്മളവിടെ എടുത്തത്. അപ്പോൾ ഈ ഒരു ഫോർവേഡ് പാത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ 3, 4 വരുന്ന ലൂപ്പ് ഉണ്ടല്ലോ, അതായത് ഈ G2 - H1 ആ ലൂപ്പ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഫോർവേഡ് പാത്തിൽ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ടച്ച് ചെയ്യാത്ത കാരണം കൊണ്ട് നമുക്കവിടെ Δ2 എന്ന് പറയുന്നത് 1 - ആ ഒരു ലൂപ്പിൻ്റെ ഗെയിൻ പ്രൊഡക്റ്റ് ആണ്. അതായത് G2 × -H1. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരും? 1 - -G2H1 വരും.
അപ്പോൾ നമുക്ക് അവിടെ ഈ മൈനസും കൂടി ആകുമ്പോൾ പ്ലസ് വരും. അങ്ങനെ 1 + G2H1 നമുക്ക് അവിടെ കിട്ടും. ഇനി നമുക്ക് അവിടെ ഈ ഒരു മേസൺസ് ഗെയിൻ ഫോർമുലയ്ക്ക് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഗെയിൻ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ മേസൺസ് ഗെയിൻ ഫോർമുലയ്ക്ക് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ P1 എന്ന് പറയുന്നത് G1, G2, G3, G4, G5 ആണ്. നമുക്ക് P1 Δ1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എന്ത് വരും? G1, G2, G3, G4, G5 പ്ലസ് P2 എന്ന് പറയുന്നത് G6, G4, G5 ആണ്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു Δ2 എന്ന് പറയുന്നത് 1 + G2H1 ബൈ നമ്മൾ ഓൾറെഡി ഡെൽറ്റ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഡെൽറ്റ വരുന്നത് ഈ 1/G2H1 + 1 + G2G3H2 + G5H3 + G2G5H1H3 + G2G3G5H2H3. ഇതാണ് അവിടെ ഡെൽറ്റ വരുന്നത്. നമുക്കിവിടെ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ വരും G1, G2, G3, G4, G5 പ്ലസ് ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ G4, G5, G6 പ്ലസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ G4, G5, G6 ബൈ G2H1 ബൈ നമ്മൾ ആ ഡെൽറ്റ നമ്മൾ അതുപോലെ തന്നെ അവിടെ എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ മേസൺസ് ഗെയിൻ ഫോർമുല യൂസ് ചെയ്തിട്ട് അവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുക, അല്ലെങ്കിൽ ഓവറോൾ ഗെയിൻ നമ്മളവിടെ എഴുതുക.